നല്ല നമസ്കാരം. അപ്പോൾ പിന്നെ ദിനചര്യടത്തോം തുടങ്ങുകയാണ്. എന്തുമല്ലേ, തെറ്റ് ചെയ്തവരോട് പൊറുക്കുന്നതും അവർക്ക് മാപ്പ് കൊടുക്കുന്നതും സ്നേഹിക്കുന്നതുമൊക്കെ നല്ല ഗുണങ്ങളുടെ ലക്ഷണമാണെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. എന്നിട്ടും ദൈവവിരോധികളായ ഒരു സർക്കാർ കൊടും കുറ്റവാളികളായ നിഷാമിനോടും കൊടിസുനിയോടും മണിച്ചിനോടുമൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയി നന്നായി ജീവിക്കൂ മക്കളെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പാവം പിണറായി സർക്കാരിനെ പൊങ്കാലയിടുന്നു. ഒരു നല്ല കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ സർക്കാരിന് കൊടുക്കില്ല. ദുഷ്ടന്മാരെ. ഇനിയിപ്പോൾ സർക്കാരിന് മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. നാട്ടുകാരെ മുഴുവൻ പിടിച്ച് ജയിലിലടച്ചിട്ട് നിരപരാധികളായ ഈ നിഷ്കളങ്കരെ മുഴുവൻ തുറന്നു വിടുക. കാശും സ്വാധീനവും രാഷ്ട്രീയ ഐക്യവുമുള്ള ജയിൽ പുള്ളികളോടുള്ള ഈ സർക്കാരിൻ്റെ സ്നേഹമുണ്ടല്ലോ, ഗതികേട് കൊണ്ട് ജയിലിലായി പരോള് പോലും കിട്ടാതെ കഴിയുന്ന പാവങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് വർഗസ്നേഹം. അപ്പോൾ തുടങ്ങാം. അല്ല, ഈ പ്രതിപക്ഷം എന്നൊരു സംഗതി മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ അനക്കമൊന്നുമില്ല. അതെങ്ങനെ? പ്രധാന പാർട്ടിയുടെ സ്രാങ്കായ VM സുധീരൻ എന്ന മേപ്പടിയാൻ കൈയൊടിഞ്ഞ KPCC പ്രസിഡന്റ് കസേര ഒഴിഞ്ഞ് 3 ആഴ്ചയായിട്ടും ഒരനക്കം പോലും ആ പാർട്ടിയിൽ ഇല്ല. അങ്ങേരുടെ ചായയ്ക്ക് മധുരമില്ലെന്ന കുറ്റം മാത്രം പറഞ്ഞ് നടക്കുവാണ് എല്ലാവരും. KPCC എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കട്ട ലോക്കൽ സെറ്റപ്പാണ്. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. VM സുധീരൻ ഇപ്പോൾ ഇവിടെ കിടക്കുന്നു, വീണിതോ കിടക്കുന്നു ധരണിയിൽ, ശോണിതോ മണിഞ്ഞ്. സങ്കടമുണ്ട്. ചായക്കടക്കാരാ, നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. കോൺഗ്രസിൽ ഒരൊറ്റയാൾ പോലും ഇന്നു വരെ അദ്ദേഹത്തോട് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടമാണ് മക്കളെ. അച്ഛൻ പോവാണ് മക്കളെ. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. ആരേലും ഒന്ന് പറയണ്ടേ, അച്ഛാ അച്ഛാ പോകല്ലേ? ആരും പറഞ്ഞില്ല അദ്ദേഹത്തോട്. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. നിർത്തു, എനിക്ക് പോകാതെ പറ്റില്ല മക്കളെ. അയ്യോ അച്ഛാ പോകല്ലേ. ഇത്രയും നാൾ VM സുധീരൻ വീരശൂര പരാക്രമി, ജഗജല്ല കില്ലാടി എന്നൊക്കെ പറഞ്ഞ് ബാറുകാർക്കെതിരെയും എന്ന് വേണ്ട എല്ലാ വിഷയങ്ങളുടെയും മുൻപന്തിയിൽ നിന്ന് രാവിലെയും വൈകിട്ടും രാത്രിയിലും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരുന്ന നമ്മുടെ VM സുധീരന്റെ അവസ്ഥ ഇങ്ങനെയായി. ചായക്കടക്കാരാ, നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള ആളാണ്. ഈ വെല്ലുവിളിയൊക്കെ തരണം ചെയ്യാൻ കോൺഗ്രസിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകില്ല. ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച പ്രസ്ഥാനമാണ്. ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവെച്ച് അതിലൊന്ന് എടുത്ത് നോക്കിയാ ബോംബെ പട്ടണം മുഴുവൻ കാണും. ചായക്കടക്കാരാ, നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ പ്രവർത്തിച്ചു വന്ന് യുവജന വിദ്യാർത്ഥി രംഗത്തിലൂടെ പ്രവർത്തിച്ച് എനിക്ക് വലിയ അംഗീകാരമാണ് പാർട്ടി വന്നിട്ടുള്ളത്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ, എല്ലാം തികഞ്ഞു എന്ന് ഒരിക്കലും അവകാശപ്പെടാനാവില്ല, പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നീതി പുലർത്താൻ സാധിക്കില്ല എന്നൊരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2-4 മാസം മാറി നിൽക്കേണ്ടി വരും. അത്രയും കാലം സജീവമായി പ്രവർത്തിക്കാതെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കാണ് അതിൻ്റെ ആ ഒരു സാഹചര്യം എനിക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ഥാനം ഒഴിഞ്ഞത്. ഇതൊക്കെ താൽക്കാലികമായ ഒരു പ്രതിഭാസം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഇപ്പം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. 3 ആഴ്ച മുമ്പ് രാജിവെച്ചൊഴിഞ്ഞ KPCC പ്രസിഡന്റിൻ്റെ അതേ അസുഖം ബാധിച്ച മറ്റൊരു ആദർശവാദിയാണ് കൊല്ലംകാരൻ മഹേഷ്. നല്ല അസൽ മാന്യനായ ചെറുപ്പക്കാരൻ.
കോൺഗ്രസിലാണെങ്കിലും പെട്ടിയെടുത്തിട്ടില്ല, അഴിമതിക്കാരനുമല്ല, പോരാത്തതിന് സോളാർ വെട്ടം അടിച്ചിട്ടുമില്ല. എന്നിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായി. ഇപ്പോൾ ദേ ഈ ലോക്കൽ പുനഃസംഘടനാ സെറ്റപ്പിലെ ഗ്രൂപ്പുകളിൽ പ്രതിഷേധിച്ച് മേപ്പടിയാനും രാജിവെക്കുകയാണ്. ഇനി തൊഴിലെടുത്ത് ജീവിക്കുമത്രേ. അപ്പോൾ ഇത്രയും കാലം കഴിച്ചുകൂടാൻ ഇശി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഇല്ലേ? അമ്മ കേൾക്കാൻ വേണ്ടി പറയുക, ഇവിടെ അഴിമതി നടക്കുന്നുണ്ട്. നീ പോടാ അവിടുന്ന്. കോൺഗ്രസ് നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിനെതിരെയുള്ള ഒരു വിമർശനവും ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ AK ആൻ്റണിയും അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ്സിന് ശക്തി പകരുന്ന നേതൃത്വമാണ്. എൻ്റെ നിലപാടും അഭിപ്രായവും എല്ലാ കാലത്തും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് ചേർന്ന രീതിയിൽ പാർട്ടിയെ നേരായ ദിശയിൽ നയിക്കണം എന്നുള്ള കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പരാമർശമാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരസ്യമായി പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാ കാലഘട്ടത്തിലും ചില അഭിപ്രായങ്ങളൊക്കെ പറയും, പക്ഷേ അത് ഇത്തരം അഭിപ്രായങ്ങൾ പരസ്യമായി രേഖപ്പെടുത്തുന്നത് ശരിയല്ല. രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്തുക വഴി സംഘപരിവാർ ശക്തികളെ സഹായിക്കാനാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. വരട്ടാതെ നിന്നേക്കാൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന നീ പറയുന്നതിനുള്ള ഏറാൻ മൂളുന്ന തെരുവുതണ്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. ചുമ്മാ വരട്ടാൻ പറഞ്ഞതല്ല, ഐ എം സീരിയസ്. വിഷ്ണുനാഥന് പറയാനാണെങ്കിൽ വേറെ ഭാഷയിൽ സംസാരിക്കുമായിരുന്നു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ടിരിക്കുന്ന ഞാൻ, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുമ്പോൾ അത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാനാണെന്ന് പറയുമ്പോൾ പറയാതെ പറയുകയല്ലേ? അങ്ങനൊന്നും വിഷ്ണുനാഥ് അങ്ങനെ വരട്ടാനും അത്തരത്തിലുള്ള പ്രസ്താവനയായിട്ടും അതിന് അങ്ങനെ ആരെയെങ്കിലും പിന്നെ നിന്ന് അങ്ങനെ അനുകമ്പ പറ്റി തലചൊറിഞ്ഞ് പിന്നെ ഓശാന പാടി സ്ഥാനം വാങ്ങിച്ച് അതിലൂടെ നേടിയെടുക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാലി, അവന് തലക്കകത്തൊരു കോപ്പുമില്ല. കേരളത്തിലെല്ലാം ഒരു ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചപ്പോഴും നാട്ടുകാർ, പാവപ്പെട്ടവർ ജയിപ്പിക്കാൻ നിന്ന ഒരു സ്ഥാനാർത്ഥിയെ പരസ്യമായി കാലുവാരി തോപ്പിച്ചിട്ടും മിണ്ടാതിരുന്നവനാണ് ഞാൻ. പരാതി കൊടുക്കാൻ പോയപ്പോൾ നേതാക്കന്മാർ പറഞ്ഞത് തോളിൽ തട്ടിയിട്ട് കോൺഗ്രസ് അല്ലേടേ ഇതൊക്കെ ഇങ്ങനെയാണ്. ബെസ്റ്റ്. എന്ത് കാര്യം പറഞ്ഞാലും എന്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും കോൺഗ്രസ് അല്ലേടേ ഇതൊക്കെ ഇങ്ങനെയാണ്, കോൺഗ്രസ് അല്ലേടേ ഇതൊക്കെ എങ്ങനെയാണ്. അങ്ങനെ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാല് പിടിക്കുവാന്ന് വിചാരിക്കും, അലമ്പാക്കരുത്. കോൺഗ്രസ് രക്ഷപ്പെടണം, കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരണം. പക്ഷേ ഇതൊരു മധുരമായ ഒരു പ്രതികാരമായ രാഷ്ട്രീയ രംഗം വിടുകയാണ്. ഇനി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് സ്വസ്ഥം. KPCC പ്രസിഡന്റിൽ തുടങ്ങി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിന്റെ രാജിയിലെത്തി നിൽക്കുന്ന കട്ട ലോക്കൽ പുനഃസംഘടനയിൽ തങ്ങളുടേതായ കലാപരിപാടികൾ കേസുകാരും നടത്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു പാർട്ടിയിലെ രസം? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജില്ലാ അടിസ്ഥാനത്തിലെ കട്ട ലോക്കൽ പുനഃസംഘടനാ തെരഞ്ഞെടുപ്പാണ് KSU ഇപ്പോൾ നടത്തുന്നത്. മോശം പറയരുതല്ലോ, അടി നടന്നാലേ പാർട്ടി വളരുമെന്നതാണ് മൂത്താശാന്മാരുടെ ഒരു കണ്ടുപിടുത്തം. എല്ലാം പുതുമുഖങ്ങളാണ് ഈ കട്ട ലോക്കൽ പുനഃസംഘടനയിൽ അഭിനയിക്കുന്നത്. കളിക്കാൻ ആൾക്കാർ ധാരാളമുണ്ട്, കളി നടത്താനാണ് ആളില്ലാത്തത്. സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നാൽ സംഘടനയ്ക്ക് കൂടുതൽ ഊർജ്ജസ്വലത വരും. താഴെ തട്ടിൽ തൊട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിന് കൂടുതൽ ശക്തി ഉണ്ടാകും, ശക്തി പകരും. തെരഞ്ഞെടുപ്പ് KSUവിനും യൂത്ത് കോൺഗ്രസിനും
അതിൻ്റെ ഏർപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റം അനുസരിച്ച് നടക്കുന്നതാണ്. 5 നിലയുള്ള കോട്ട 5 നിലയുള്ള കോട്ട ആനന്ദക്കോട്ടയ്ക്ക് മുമ്പരം നട്ടക്ക് കുഞ്ചക്ക കൊയിലും കൊണ്ടോതാം പാട്. എടാ ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? Dinar dan dinare, dinar dan dinare, dinar dan dinare, nare, nare. ജീരക ചമ്പാകു വിത്തല്ലമ്പടി പാവണ ജീരക ചമ്പാകു വിത്തല്ലമ്പടി പാവണ തള്ളഞ്ഞാറ് നിൽക്ക നിൽക്ക പിള്ളഞ്ഞാറ് വലിക്കണ വലിക്കണഞ്ഞാറ് വലിക്കണം പിടിഞ്ഞാറ് കെട്ടിയിട്ടെറിയണ കുനി കുനി മുതുക്കികളെല്ലാം ഇടവരമ്പത്ത് നിൽക്കണ പച്ചങ്ങളുള്ള തള്ളമാരെല്ലാം വരും വരികൾ നിൽക്കണ കുഞ്ഞിക്കൂട വയറോമന തമ്പുര നാടുവരമ്പത്തിലാത്തണ അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലുള്ള ചീലെടുക്കുന്നത്. എന്നാലാണ് സ്പാർക്ക് ഉണ്ടാവുള്ളൂ. സ്പാർക്ക് മാതൃഭാഷയായ മലയാളത്തിന് ഒരു ആഡംബരം നൽകി സംസാരിച്ചില്ലെങ്കിൽ പ്രസംഗത്തിന് ഒരു ഗുമ്മില്ലെന്ന് തോന്നുന്നവർ ധാരാളമാണ്. നമ്മുടെ കടന്നപ്പള്ളി ആശാൻ മന്ത്രിയായതിനു ശേഷം അത് കുറച്ച് കൂടിയില്ലേ എന്നൊരു സംശയം. ആ മുഖം ഭക്ഷിക്കുന്ന കൃതാവ് പോലെ മലയാള ഭാഷയിൽ കുറച്ച് ആഡംബരമാക്കുകയാണ് മന്ത്രി. സംഗതി ഒരു അവാർഡ് ചടങ്ങാണ്. മാധ്യമപ്രവർത്തകർ മാത്രമേ സദസ്സിലുള്ളൂ. എങ്കിലും കിടക്കട്ടെ, ഹഠാത് ആകർഷിക്കുന്ന ചില പ്രയോഗങ്ങൾ. അസ്പൃശ്യത തോന്നേണ്ടതില്ല. ആ ഭാഷാ നിപുണത കേൾക്കും. ഇന്ന് ആദർശം പ്രസംഗവേദികളിലെ വെറും വിൽപ്പന ചരക്കാണ്. വംശനാശം സംഭവിച്ച സിംഹപാലൻ കുരങ്ങുകളെ പോലെ ആദർശവാദികൾ സ്വാർത്ഥതയുടെ കൊടുങ്കാട്ടിൽ 2 or 3 കണ്ടെങ്കിലായി. ആ കൂട്ടത്തിൽ നിന്ന് ഒരു ആദർശവാനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം ജി. ആസനസ്ഥനാകൂ. ഇന്നെന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട സുപ്രധാന വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടോ? 57ാമത് കേരള സ്കൂൾ കലോത്സവം വളരെ സവിശേഷതകളോടെയാണ് കണ്ണൂർ ഈ വർഷം നടന്നത്. അത് ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന് കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ ഓൺലൈൻ പണിക്കരുടെ മറവി ഇതുവരെ മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ ജി? ഈ സ്ഥാപനത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ മാതൃഭാഷയെ പ്രയോഗിക്കാവൂ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. മേലിൽ ആവർത്തിക്കില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവ പരിപാടി കണ്ണൂരിൽ സംഘടിപ്പിക്കപ്പോൾ കണ്ണൂരിൻ്റെ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ ചില പരിമിതികളുള്ളതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ മേള ആരംഭിച്ച ശേഷം അതൊരു ജനകീയ സഹകരണീയതയുടെ ആത്മഹർഷം നിറഞ്ഞ ഒരു മഹാമേളയായി വികസിച്ചു വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം തന്നെ ഇത് സത്യം പറഞ്ഞാലൊരു അത്ഭുതകരമായ
അനുഭവമായിരുന്നു. അടിപൊളി. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സാംസ്കാരിക സംസ്കൃതി അത് കൂടി ഒഴുകി വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏൽപ്പിച്ച് നടത്തിക്കൊള്ളാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആജ്ഞയായിരുന്നു ഒരു പിൻബലം. ഞാൻ ഇങ്ങോട്ട് വന്നത് ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടത്തിലാണ്. അതെന്താ ഈ ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടം? KSRTCയുടെ സൂപ്പർ എക്സ്പ്രസ്. ഓ, കണ്ണൂരിനെ സ്വീകരിക്കാൻ കഴിയുന്നതിനേക്കാളേറെ അംഗബാഹുല്യം, കലാസാംസ്കാരിക മേള എന്നതിനപ്പുറത്ത് അവിടെ പങ്കെടുത്ത സുമനസ്സുകളുടെ ആത്മബന്ധത്തിൻ്റെ അനിർവചനീയമായ ഒരു ദർശന സൗഭാഗ്യമായിരുന്നു ഈ ദിവസങ്ങളിൽ. അതിന് പശ്ചാത്തലവും കളമൊരുക്കിയ എൻ്റെ അഭിനന്ദനായ സഹപ്രവർത്തകൻ മന്ത്രിസഭയിലെ വളരെ ശ്രദ്ധേയനായ ഈ മേഖലയ്ക്ക് തികച്ചും അതിനുവേണ്ടി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നിർദ്ദേശങ്ങളും അതിന് പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. കാരണം ഇത്രയും ബൃഹത്തായൊരു സംഖ്യാ പശ്ചാത്തലമുള്ള ഒരു സംവിധാനത്തിന് ഇത്രയും വേഗതയിൽ അത് സമൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് തന്നെ അത് ചുമതല ബോധത്തെക്കാളേറെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെയും സമർപ്പണത്തിൻ്റെയും കൂടി ഭാഗമാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. അതിന് പശ്ചാത്തലമൊരുക്കിയ ഉദ്യോഗസ്ഥന്മാരെയും കൂടി ഞാൻ മുൻപിൽ അഭിനന്ദിച്ചുകൊണ്ട് മഹനീയമായ ഈ സ്ഥാപനത്തിന്റെ പരിപാവനമായ ഇരിപ്പിടത്തിൽ അല്പസമയം ഇരിക്കാൻ അവസരം നൽകിയതിന് അങ്ങയോടുള്ള നന്ദി സാദരം പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ.